Wrestling Championship in Egypt, and this is really special. Raghuraj reports. Locking arms is not only his hobby but also his way to fame. For 30-year-old Joby Mathew, arm wrestling is child's play, while his ultimate goal in life is to climb Mount Everest. Joby is 65% orthopedic challenged and is proud to represent India in the World Championship in September this year. Joby has won medals in national and international arm wrestling championships, not only in the disabled category but also the normal category in Japan. And this, he says, was with the help of a Tamil superstar who sponsored him. The government has not supported me despite sending repeated requests. If it was not for this Tamil superstar, I could not even have dreamed of going to Japan. Forget winning medals. Born with short limbs, it was Joby's daily travel from his village near Kottayam to his school and later to college that made him realize that his arms were really strong. I was working out on the bench press. I could do a maximum just 20 kg. But he just started out on 100 kg and I was like totally amazed. I was thinking, how is this possible? Apart from his bag full of medals, Joby is also well qualified. He has an LLB degree and is working as a PRO of the social work wing at the Rajagiri College of Social Sciences at Kalamassery near Kochi. But his first love is definitely locking arms with people and defeating them. And all his efforts are geared for the forthcoming World Championship in Egypt in September. And he's got help too, with the city's women's club in Ovi taking care of all his arrangements. With R. Raghuraj in Kochi, in New Delhi, Joby Mathew. Already I am a world champion statement. I am a world champion. You are a world champion. I am തീർച്ചയായിട്ടും എന്നെക്കാളും ഒത്തിരിയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവർ. നമ്മളുടെ വിജയത്തിന്റെ മാനദണ്ഡം ഒരിക്കലും നമ്മളുടെ ഇല്ലായ്മകളോ വല്ലായ്മകളോ ഒന്നുമല്ല, നമ്മളുടെ മനസ്സ്. ഫിസിക്കൽ ഡിസബിലിറ്റി ഈസ് നോട്ട് എ ഡിസബിലിറ്റി, മെന്റൽ ഡിസബിലിറ്റി ഈസ് എ ഡിസബിലിറ്റി. നമ്മളുടെ മനസ്സിൽ നമ്മൾക്ക് വൈകല്യം ഉണ്ടെന്ന് തോന്നിയാൽ അതാണ് ഒരു വൈകല്യം. അല്ലാത്തിടത്തോളം കാലം നമ്മൾക്കൊന്നും ഒരു വൈകല്യവുമില്ല. അങ്ങനെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു വികലാംഗനാണ്. ദൈവത്തിന്റെ സൃഷ്ടിയിൽ എല്ലാവരും കഴിവുള്ളവരും വളരെ സമർത്ഥരുമാണ്. അങ്ങനെ അല്ലാന്ന് ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ചിന്താഗതിയുടെ കുഴപ്പം മാത്രമാണ്. എല്ലാവർക്കും കഴിവുകളുമുണ്ട്, അതേപോലെ തന്നെ കുറവുകളുമുണ്ട്. നമ്മൾ നമ്മളുടെ കഴിവുകളിലേക്ക് ഫോക്കസ് ചെയ്യുക, മറ്റുള്ളവരുടെ കഴിവുകളിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മളുടെ കുറവുകളിലേക്ക് നോക്കാതിരിക്കുക, മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നോക്കാതിരിക്കുക. അപ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. ഞാൻ ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ച് ജീവിച്ചു വളർന്ന ആളാണ്. കോട്ടയം ജില്ലയുടെ വളരെ അറ്റത്ത് അടുക്കം എന്ന് പറയുന്ന ഒരു ഹിൽ ഏരിയയില് ഒരു മലമ്പ്രദേശത്ത് ജനിച്ച് ജീവിച്ചു വളർന്ന ആളാണ്. എന്റെ വീട് ഇരിക്കുന്ന ഒരു മലയുടെ മുകളിൽ. എന്റെ വീടിന് മുമ്പിൽ നിന്ന് നോക്കിയാൽ കാണുന്നത് പിക്ചർ ചുറ്റിനും മലയാണ്, പ്രതിബന്ധങ്ങൾ മാത്രമാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് പറയുന്നു ഞാൻ 65% ഫിസിക്കലി ചാലഞ്ചഡ്, 65% ഓർത്തോപീഡിക്കലി ഫിസിക്കലി ചാലഞ്ചഡ് പേഴ്സൺ എന്നാണ് സർട്ടിഫൈഡ്. പക്ഷെ എന്റെ മനസ്സിൽ ഞാനൊരു വികലാംഗനല്ല. ഈ 65% വൈകല്യമുണ്ട് എന്ന് പറയുന്ന എനിക്ക് എന്റെ കഠിന പരിശ്രമത്തിലൂടെ ദൈവാനുഗ്രഹത്താല് എനിക്കൊരു വേൾഡ് ചാമ്പ്യൻ ആകാൻ സാധിച്ചു. അതും ഒരു റെക്കഗ്നൈസ്ഡ് അല്ലാത്ത ഒരു ഇവന്റിൽ. ഇന്ന് എനിക്ക് 7 ലോക മെഡലുകളുണ്ട്. 33 വയസ്സായി. പഞ്ചഗുസ്തി നിങ്ങൾക്ക് ജനറൽ ഒരു ഐഡിയ കിട്ടി കാണും എങ്ങനെയാണ് ഞാൻ പഞ്ചഗുസ്തി പിടിച്ചത്. പഞ്ചഗുസ്തി ഒരു ഫിസിക്കലി ചാലഞ്ചഡ് അല്ലെങ്കിൽ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന ഒരു ഈവന്റ് അല്ല. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിന്റെ ധൈര്യം കൊണ്ട് ഞാനത് ആർജിച്ചെടുത്തു. എനിക്കും അത് പിടിക്കാം,
അതിൽ ലോക ചാമ്പ്യനാകാം എന്ന് ഞാൻ തെളിയിച്ചു. ഞാനിത് നിങ്ങളോട് പറഞ്ഞത് നമ്മളൊന്നും അപാരമായിട്ടുള്ള വിൽ പവറോടെ അല്ല ഈ ലോകത്തിലേക്ക് വരുന്നത്. വിൽ പവർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇവിടുന്ന് ആർജിച്ചെടുക്കുന്നതാണ്, ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഒരു കൊച്ചുകുട്ടി ഉണ്ടായ ഉടനെ എഴുന്നേറ്റ് ഓടുന്നില്ല. കുറെ നാളുകൾക്ക് ശേഷം ഇഴഞ്ഞ് നീങ്ങി പതുക്കെ മുട്ടിൽ നടന്ന് അല്ലെങ്കിൽ പിച്ച വെച്ച് നടന്ന് അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷമാണ് ആ കുട്ടി ഓടാൻ പഠിക്കുന്നത്. അതിനും ശേഷം കുറെ നാളുകൾ പ്രാക്ടീസ് ചെയ്താലേ PT ഉഷ ഒക്കെ ഓടിയതുപോലെ ഓടാൻ സാധിക്കുകയുള്ളൂ. വളരെ നല്ലൊരു ഓട്ടക്കാരനാകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഏത് ഫീൽഡിൽ എടുത്താലും ഏത് ഫീൽഡിൽ നിങ്ങൾ ഇടപെട്ടാലും ഈ ഒരു കാര്യം ആപ്ലിക്കബിൾ ആണ്. അതായത് നിങ്ങൾ ഏത് ഫീൽഡിൽ ഇറങ്ങി ഇടപെടുമ്പോഴും ബാലാരിഷ്ടതകൾ കടക്കാതെ നിങ്ങൾക്ക് അതിന് വിജയം കൈവരിക്കാൻ പറ്റില്ല. വിൽ പവർ എന്ന് പറയുന്നത് നമ്മളുടെ അനുഭവമാണ്, എക്സ്പീരിയൻസ് ആണ്. നമ്മൾക്ക് എത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ടോ അത്രമാത്രം നമുക്ക് വിൽ പവർ ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് കാര്യത്തിലും കഴിവ് തെളിയിക്കാനായിട്ടുള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും തന്നാണ് ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത്. നമ്മളത് ആളി കത്തിച്ചാൽ മാത്രം മതി. ഞാൻ അതാണ് ചെയ്തത്. മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വലിയൊരു കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയും, നീ കണ്ടാ കൊള്ളില്ല, നിനക്ക് അത് പറ്റില്ല, നിനക്ക് ഇത് പറ്റില്ല. എപ്പോഴും നമ്മളെ പുറകിൽ നിന്ന് നമ്മളെ പിൻവലിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള കമന്റ്സിന് നമ്മൾ ചെവി കൊടുക്കരുത്. ചെവി കൊടുത്താൽ നമ്മൾ എങ്ങും എത്തുവരാം. നമുക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. നമ്മൾ അതിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണം. നമ്മളുടെ ലക്ഷ്യം വളരെ നല്ലതായിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതിന് നിങ്ങൾ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് അതിനായിട്ട് അതിയായ ആഗ്രഹം വേണം. എന്ത് കാര്യം ആഗ്രഹിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ അതിയായ ആഗ്രഹം വേണം. രണ്ടാമതായിട്ട് അതിനനുസരിച്ചുള്ള അറിവ് നിങ്ങൾ സമ്പാദിക്കണം. പിന്നെ എല്ലാവരും പറയുന്നത് പോലെ കഠിനമായിട്ട് പരിശ്രമിക്കണം. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്ത് എന്തും ചെയ്യാൻ സാധിക്കും. ഞാൻ ആ അടുക്ക മലയുടെ മുകളിൽ നിന്നും ഇങ്ങനെ കൈകുത്തി ചാടി ഏകദേശം 6500 പ്രാവശ്യം കൈകുത്തി ചാടിയെങ്കിൽ മാത്രമേ എനിക്ക് ബസ് സ്റ്റോപ്പിൽ എത്താൻ പറ്റുമായിരുന്നുള്ളൂ. 3/4 കിലോമീറ്റർ മല ഇറങ്ങി 4.5 കിലോമീറ്റർ ഇതേപോലെ കൈകുത്തി ചാടിയെങ്കിൽ എനിക്ക് ബസ് സ്റ്റോപ്പിൽ എത്താൻ പറ്റുമായിരുന്നു. അങ്ങനെ നടന്നു പോയി പഠിച്ച ആളാണ് ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് 7 തോടുകളുണ്ട്. അത് ചാടിയോ നീന്തിയോ കിടക്കണം. നിങ്ങളൊക്കെ നടന്നു പോകുമ്പോൾ ഒരുപക്ഷെ മഴ വന്നാലും നിങ്ങൾക്ക് കുട യൂസ് ചെയ്യാം. പക്ഷെ എനിക്കൊരിക്കലും കുട യൂസ് ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം തൊട്ട് ബസ് സ്റ്റോപ്പിൽ എത്തുന്നിടം വരെ നടന്ന് ഈ മഴ നനഞ്ഞ് വെയിലാണ് വെയിൽ കൊണ്ട് നടന്നു പോയി പഠിച്ച ആളാണ് ഞാൻ. നിങ്ങളുടെ മുട്ടൊപ്പം തെറിക്കുന്ന ചെളി എൻ്റെ മുഖത്താണ് തെറിക്കുന്നത്. തീർച്ചയായിട്ടും നടന്നു പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ചപ്പൽ ഉപയോഗിച്ചാണ്. അപ്പോ കല്ല് കയ്യിൽ കൊള്ളും, നഖം പോകും. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റൂ? പോയില്ലെങ്കിൽ എന്നെ ആരെങ്കിലും എടുത്ത് ബസ് സ്റ്റോപ്പിലാക്കുമോ? ഇല്ല. നമ്മുടെ സമൂഹം അത്ര കണ്ട് പുരോഗമിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരു ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരാൾക്ക്, ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരാൾക്ക് ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും ഈ അറ്റ് പ്രസന്റ് വരെ ഇവിടെ എങ്ങുമില്ല. ഈ കെട്ടിടത്തിലേക്ക് വരെ ഞാൻ കയറി വന്നത് ഏകദേശം 100 സ്റ്റെപ്പുകൾ കയറിയാണ്. എന്നെക്കാളും ശാരീരിക വെല്ലുവിളികളുള്ള ഒരാളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ കയറി വരാനും നടക്കില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഇക്വാളിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നാണ്. അതായത് നിയമത്തിന്റെ മുമ്പ് എല്ലാവരും തുല്യരാണെന്ന്, സ്ഥിതി സമത്വം അവസര സമത്വം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഡിസേബിൾ ഫ്രണ്ട്ലി അല്ല ഈ ബിൽഡിങ്സ് ഒന്നും. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനായിട്ട് അവർക്കൊരു ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. നിങ്ങളൊക്കെ എന്നേക്കാളും ഒത്തിരി ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. നിങ്ങൾക്കൊക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞങ്ങളുടെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ എൻ്റെ മനസ്സിലോ എന്നെ പോലെ ചിന്തിക്കുന്നവരുടെ മനസ്സിലോ ഒരിക്കലും ഒരു ലിമിറ്റേഷൻസും ഇല്ല. എനിക്കൊരു ലിമിറ്റേഷൻ വെച്ചിട്ടില്ല. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടാണ് ഞാനൊരു വൈകല്യമുള്ള ഒരാളാണെന്ന്. ഞാൻ ഇതിലെ താഴെ കൂടി ടൗണിലൂടെ കൈകുത്തി നടന്നാൽ ഒരുപക്ഷെ ആളുകൾ പറയും, അയ്യോ പാവം കഷ്ടം എന്ന് പറയും.
എന്റെ മനസ്സിൽ ഞാനൊരു വൈകല്യമുള്ള ഒരാളല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെക്കാളും ഈ ഇന്ത്യയിലുള്ള ഏതൊരു മനുഷ്യനേക്കാളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഫിസിക്കലി, മെന്റലി, സ്പിരിച്വലി ഐ എം വെരി സ്ട്രോങ്. എനിക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. അത് നമ്മളുടെ മനസ്സിന്റെ അവസ്ഥയാണ്. നിങ്ങളുടെ മനസ്സ് അത്രയും സ്ട്രോങ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഏറ്റവും ചീത്തയായിട്ടുള്ള അനുഭവങ്ങളിലൂടെ, ജീവിതത്തിലെ ഏറ്റവും പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെ സഞ്ചരിക്കണം. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിലേക്ക് ഫേസ് ചെയ്യാതെ ഓടി ഒളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. ആർക്കും വിജയിക്കാൻ പറ്റും, ആർക്കും ലോക ചാമ്പ്യൻ ആകാൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ചിന്താഗതി, അതാണ് നമ്മളെ നയിക്കുന്നത്. നമ്മൾക്ക് നല്ല, ഇപ്പോ എനിക്ക് വേണമെങ്കിൽ ഞാൻ 65% വൈകല്യമുള്ള ഒരു വ്യക്തിയാണ്, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞിട്ട് ആ മലമുകളിൽ എനിക്ക് ആരും എന്നെ തെറ്റു പറയില്ല. പക്ഷെ ഞാൻ ചെയ്തത്, എനിക്ക് ഈ കൈ കുത്തി ചാടാനേ പറ്റുള്ളൂ. ഇങ്ങനെ ചാടി അതാണ് ഞാൻ ചെയ്തത്. ഇങ്ങനെ ചാടിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന അച്ചീവ്മെന്റ്സ് ഒക്കെ നേടാനായിട്ട് എനിക്ക് സാധിച്ചത്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ഒരു മാതൃകയുണ്ട്. നിങ്ങൾക്ക് നടക്കണമെങ്കിൽ നിങ്ങൾക്കൊരു മാതൃകയുണ്ട്. മറ്റു മനുഷ്യരും നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് നടക്കാം. ഇങ്ങനെ നടക്കുന്ന ഒരു മാതൃക എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. എനിക്ക് ഇങ്ങനെ നടക്കുന്ന ഒരാളെ ഇതിനു മുമ്പ് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ നടക്കാമായിരുന്നു എന്നൊരു ഐഡിയ എനിക്ക് ആരും പകർന്നു തന്നിട്ടില്ല. ഇത് ഞാൻ സ്വയം എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോ നമ്മൾക്ക്, മനുഷ്യർക്ക് ചിന്തിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അതിനനുസരിച്ച് കാര്യങ്ങളെ ക്രമീകരിക്കാനായിട്ടുള്ള ശേഷിയുണ്ട്. നമ്മൾ ചിന്തിക്കണം. മറ്റാരെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിക്കണം. നമ്മൾ ഏത് കാര്യത്തിൽ ഇറങ്ങി കഴിവ് തെളിയിക്കാനാണെങ്കിലും നമ്മൾക്കൊക്കെ പറ്റും. പറ്റില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. നമ്മൾക്ക് ലിമിറ്റേഷൻ വെക്കാതിരുന്നാൽ മതി. നമ്മൾക്ക് ലിമിറ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ ആ ലിമിറ്റേഷൻ ആർക്കും മാറ്റാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിനും മനസ്സിനും അപാരമായിട്ടുള്ള കഴിവാണുള്ളത്. ഇപ്പോ ഇത്രയും ഇങ്ങനെ ഇരിക്കുന്ന ഞാന് ഒരു ദിവസം രാവിലെ ജിംനേഷ്യത്തിൽ, എല്ലാ ദിവസവും ഞാൻ 1 മണിക്കൂർ ജിംനേഷ്യത്തിൽ പ്രാക്ടീസ് ചെയ്യും. കഴിഞ്ഞ 16 വർഷമായിട്ട് ഓരോ മണിക്കൂർ ജിംനേഷ്യത്തിൽ എല്ലാ വർഷവും പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാനൊരു വേൾഡ് ചാമ്പ്യൻ ആയത്. ആം റെസ്ലിംഗിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ വേൾഡ് ചാമ്പ്യൻ ആയതല്ല. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കുമോ എനിക്കറിയില്ല. ഒരുപക്ഷെ ഇത്ര ശരീരമുള്ള ഞാൻ ജിംനേഷ്യത്തില് 135 കിലോ ബെഞ്ച് പ്രസ് ചെയ്യും. അതായത് കിടന്നുകൊണ്ട് ഭാരം ഉയർത്തുന്നതിനാണ് ബെഞ്ച് പ്രസ് എന്ന് പറയുന്നത്. 135 കിലോ ഞാൻ പ്രസ് ചെയ്യും. അതായത് ഒരു അരിച്ചാക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുത്ത് നിങ്ങളുടെ വീടിന്റെ അടുക്കളയിലേക്ക് എത്തിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ശാരീരിക കപ്പാസിറ്റി ബിൽഡ് ചെയ്യും. ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം, എല്ലാവരും ഈ പ്രലോഭനങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ, പ്രചോദനം കൊടുക്കാൻ ആരുമില്ല എന്ന് പറയുന്നു. എന്റെ ജീവിതത്തിന്റെ മിഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ എന്നെ നോക്കുന്നത് ഒരു സഹതാപത്തോടെയോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, എനിക്കത് വിഷയമല്ല. പിന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയിപ്പോ നിങ്ങളെ പോലെ ജനിക്കാനായിട്ട് എനിക്കൊരു ഓപ്ഷൻ കിട്ടുക അടുത്തൊരു ജന്മത്ത്. ഇതേപോലെ ജനിക്കാനായിട്ട് ഒരു ഓപ്ഷൻ കിട്ടുക, ഞാൻ തീർച്ചയായിട്ടും ഇതേ തിരഞ്ഞെടുക്കുള്ളൂ. അത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. പിന്നെ നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളുടെ ഈ അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നമ്മളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മൾക്ക് ആരും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങളോ ഒന്നും തരില്ല. ഞാൻ ആ അടുക്ക മലയിൽ ഇരുന്നിട്ട് എന്റെ ഉള്ളില് എനിക്ക് കായികപരമായിട്ട് എന്തെങ്കിലും നേടണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. കായികപരമായിട്ട് മാത്രമല്ല, ഈ ലോകത്ത് ഏതെല്ലാം കാര്യങ്ങളിൽ കഴിവ് തെളിയിക്കാമോ, ലോകത്ത് ഒന്നാമനാകാൻ പറ്റുമോ, അതെല്ലാം നേടണമെന്ന് എനിക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നിർഭാഗ്യവശാല് എനിക്ക് കുറേയധികം കടമ്പകളുണ്ടായിരുന്നു, ബാരിയേഴ്സ് ഉണ്ടായിരുന്നു. പണം, നല്ല സുഹൃത്തുക്കളുടെ അഭാവം, ഒരു കുഗ്രാമത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും, നോളജ് ഇല്ല, എങ്ങോട്ട് പോകണം, ആരെ കാണണം, ആരെ സഹായിക്കും, ഇതൊന്നും അറിയത്തില്ല. കേരള സ്പോർട്സ് കൗൺസിലിൽ 1990 ഞാൻ ചെന്നു. അവിടെ ചെന്നിട്ട് ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു, എനിക്കൊരു ഒളിമ്പിക് മെഡൽ നേടണം ഇന്ത്യക്ക് വേണ്ടിയിട്ട്.
അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റാഫ് കുറെ നേരം എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എടോ കാലാകാവുന്ന ആളുകൾ പോയിട്ട് തനിക്ക് ഇവിടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു മെഡൽ നേടിക്കൊണ്ട് വരാൻ പറ്റുന്നില്ല ഒളിമ്പിക്സിൽ. ആദ്യം 25 സ്ഥാനത്തെങ്കിലും എത്തിയായിരുന്നെങ്കിലും കൊള്ളാമായിരുന്നു. അതുപോലും നടക്കുന്നില്ല. പക്ഷേ കാലാകാത്ത താൻ പോയിട്ട് പിന്നെ എന്ത് കിട്ടുമെന്നാ പറയുന്നത്. എന്നോട് അന്ന് ചോദിച്ചതാ. ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ഒരിക്കലും ഒരാളെയും വളർത്തുകയില്ല. പക്ഷെ ഇന്ന് ഞാന് 7 ലോക മെഡലുകൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നേടി. അതും ഒരു ഫിസിക്കലി ചാലഞ്ചഡ് എന്ന് പറഞ്ഞ് പറയപ്പെടുന്ന ഞാന് സാധാരണ ആളുകളുടെ കാറ്റഗറിയിൽ മത്സരിച്ച് സാധാരണ ആളുകളെ തോപ്പിച്ചാണ് ഞാൻ വേൾഡ് ചാമ്പ്യൻ ആയത്. 120 കോടി ജനങ്ങളുടെ ആത്മാഭിമാനമാണ് ഞാൻ ജപ്പാനിലും സ്പെയിനിലും ഈജിപ്തിലും ഈ കഴിഞ്ഞ മാസം ഉയർത്തിപ്പിടിച്ചത്. തീർച്ചയായിട്ടും പറ്റും. എന്നെ പോലെ തന്നെ എന്നെക്കാളും കഴിവുള്ള ഒത്തിരി ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ ആവശ്യമുള്ളത് പ്രോത്സാഹനമാണ്. സിമ്പതി ആർക്കും ആവശ്യമില്ല, എമ്പതിയാണ് ആവശ്യം. അത് കൊടുത്താൽ ആരും ഈ ലോകത്ത് എന്തും തരും. നിങ്ങൾക്ക് എന്നെ കൊണ്ട് അതിന് പോണില്ല, ഇതിന് പോണില്ല, എന്നെ കണ്ടാൽ പോണില്ല. ഇതൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ല. ഇപ്പൊ എന്താ പറയാ, വലിയ വലിയ ഫിഗറുള്ള ആളുകളെ പോലെ നമുക്ക് ജനിച്ച് ജീവിച്ചു വരാനായിട്ട് അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഓപ്ഷനെ തെരഞ്ഞെടുക്കുള്ളൂ. ഇതൊന്നും നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കുക. അതിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ചെയ്യാൻ പരിശ്രമിക്കുക. ഒരു വെള്ളം കുത്തി ചാടാൻ പറ്റുള്ളെങ്കിലും അത് കുത്തി ചാടുക. നിങ്ങൾക്ക് അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. നമ്മളുടെ ഇല്ലായ്മകളിലേക്കും അല്ലായ്മകളിലേക്കും നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. പിന്നെ ഏതൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴത്തേനും നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു സ്വയമായിട്ടൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവണം. ഈ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരും ഇവിടെ തരില്ല. അതായത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് നീന്തൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ ചാടണം. പുസ്തകം നോക്കിയാൽ നിങ്ങൾക്ക് നീന്തൽ പഠിക്കാൻ പറ്റില്ല. അതിന്റെ റിസർച്ചൊക്കെ പുസ്തകങ്ങളിലൊക്കെ കാണും. അത് നോക്കി വായിച്ചു പഠിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും നീന്താൻ സാധിക്കില്ല. നിങ്ങൾ അതിന് വെള്ളത്തിൽ ചാടണം, കൈകാലിട്ട് അടിക്കണം, മുങ്ങി പോകാതിരിക്കാൻ ഒരാളെ ഏർപ്പെടുത്തണം. തീർച്ചയായിട്ടും അല്ലാതെ നിങ്ങൾക്ക് നീന്താൻ പറ്റില്ല. എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ജീവിതത്തിൽ ഏത് കാര്യത്തിൽ ഇറങ്ങി കഴിവ് തെളിയിക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ ഇറങ്ങണം, കൈകാലിട്ട് അടിക്കണം. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും കഴിവ് തെളിയിക്കാൻ പറ്റും. ഇങ്ങനെ പറ്റും എന്ന് പറയുന്നത് ഞാനിവിടെ നിന്ന് നിങ്ങളോടൊരു ഉട്ടോപ്യൻ ചിന്താഗതി ഷെയർ ചെയ്യുന്നില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നാണ് പറയുന്നത്. ഇപ്പൊ ഇന്ത്യക്ക് വേണ്ടിയിട്ട് 7 ലോക മെഡൽ ഞാൻ നേടിയെന്ന് പറഞ്ഞു. നിങ്ങൾ അറിയണം ഞാൻ ആ കുഗ്രാമത്തിൽ നിന്ന് കൈമുത്തി ചാടി എന്തൊക്കെ നേടിയെന്നുള്ളത്. നിങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ വേണ്ടി ഞാൻ പറയാം. ഞാൻ ഫെൻസിങ്ങിന്റെ നാഷണൽ ചാമ്പ്യനാണ്. ആം റെസ്ലിംഗിന് 16 വർഷമായിട്ട് ഞാൻ മെഡൽ വിന്നറാണ്, നാഷണൽ ചാമ്പ്യനാണ്. ഇപ്പൊ 7 ലോക മെഡലുണ്ട്. 2005 ഞാൻ ജപ്പാനിലേക്ക് പോയി. എനിക്ക് 3 വേൾഡ് മെഡൽ. 2008 ഞാൻ സ്പെയിനിൽ പോയി, 2 വേൾഡ് മെഡൽ. ഈ കഴിഞ്ഞ മാസം ഈജിപ്തിന് ഷാമൽ ഷെയ്ഖിൽ നടന്ന ലോക പഞ്ചഗുസ്തി മത്സരത്തില് 2 ലോക മെഡൽ. പഞ്ചഗുസ്തിയുടെ ആ ഒരു ട്രാക്കില് നിങ്ങൾ ഓർക്കുക, പഞ്ചഗുസ്തി എന്ന് പറയുന്നത് നിങ്ങൾ പോയി പിടിച്ചു നോക്കുക, അതിന് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. നിങ്ങൾക്കൊരു ജില്ലാ ചാമ്പ്യനെങ്കിലും ആകാൻ പറ്റുമെന്ന് ചിന്തിച്ചു നോക്കുക. അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ വൈകല്യമുള്ള ആളുകൾക്ക് ഇവിടെ സ്പോർട്സ് ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അപ്പോ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് സ്പോർട്സ് ചെയ്യാനായിട്ട് പറ്റും. ഞാനതാ പ്രൂവ് ചെയ്തത്. ഏത് സാഹചര്യം ഇല്ലായ്മയിൽ നമുക്ക് സാഹചര്യം ഉണ്ടാക്കാം. നമുക്ക് പ്രോത്സാഹനം കിട്ടുന്ന ഗെയിമിൽ മാത്രമല്ല, അല്ലാത്ത ഗെയിമുകളിൽ നമുക്ക് കഴിവ് തെളിയിക്കാം. ഞാനത് പ്രൂവ് ചെയ്തു. കരാട്ടെ ബ്രൗൺ ബെൽറ്റ് ആണ്. നിങ്ങളിൽ എത്ര പേര് കരാട്ടെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് കടലിൽ നീന്താൻ പറ്റും. 5 കിലോമീറ്റർ നീന്തി ഞാൻ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നല്ല കലാകാരനുള്ള അവാർഡ് രാഷ്ട്രപതി വെങ്കിട്ടരാമന്റെ ഭാര്യ ജാനകി വെങ്കിട്ടരാമനിൽ നിന്നും 1988 ഞാൻ നേടിയിട്ടുണ്ട്. കലാപ്രതിഭ അവാർഡ്. MA LLB വരെ പഠിച്ചു. കുറെ 25 വർഷമായിട്ട് വൈകല്യമുള്ളവരുടെ കാറ്റഗറിയിൽ ഞാൻ സ്റ്റേറ്റ് ചാമ്പ്യനാണ്. ഓട്ട മത്സരത്തിൽ വൈകല്യമുള്ളവർക്ക് സ്പോർട്സ് ഉണ്ട് കേട്ടോ, അവർക്ക് ഓട്ട മത്സരമൊക്കെ ഉണ്ട്. അതിൽ ഞാൻ സ്റ്റേറ്റ് ചാമ്പ്യനാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല. പലപ്പോഴും പ്രശ്നം എന്നോട് മീഡിയ ആളുകൾ പറയും, താങ്കൾ പതുക്കെ ഓടണം, കാരണം ഞങ്ങൾക്ക് ഒരിക്കലും ഇത് കവർ ചെയ്യാൻ പറ്റാറില്ല. കാരണം ഞാൻ വളരെ വേഗം ഓടി ഫിനിഷിംഗ് ലൈനിൽ ചെന്നിരിക്കും, പിന്നെയാണ് പതുക്കെ ആൾക്കാർ വരുന്നത്. അത്രയും ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഓടും. അതിന്റെ അവസാനം 2005 ഞാനത് നിർത്തി.
കാരണം ഒരു വേൾഡ് കോമ്പറ്റീഷനൊക്കെ പാരാഒളിമ്പിക് പോലെയുള്ള ഈവന്റ്സുകളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതൊരു ആരും അവയറല്ല അതിനെ കുറിച്ച്. അത് ഇനീഷ്യൽ സ്റ്റേജിലാണ്. ഞാൻ തീർച്ചയായിട്ടും ഞാൻ പ്രോമിസ് ചെയ്യുന്നു 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ഞാൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് വീൽ ചെയർ ഫെൻസിംഗിൽ ഒരു മെഡൽ കൊണ്ടുവരും. തീർച്ചയായിട്ടും ഞാൻ 2015 എവറസ്റ്റ് കീഴടക്കും. നിങ്ങൾക്ക്